3 വർഷത്തിലേറെ നീണ്ട റഷ്യ-യുക്രൈൻ സംഘർഷം ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങുന്നുവെന്ന് സൂചന. റഷ്യയും യുക്രൈനും കരിങ്കടലിൽ വെടിനിർത്തൽ ധാരണ അംഗീകരിച്ചതായി അമേരിക്ക അറിയിച്ചു. വെടിനിർത്തൽ നടപ്പാക്കുന്നതിന് മുമ്പ് റഷ്യൻ സ്ഥാപനങ്ങൾക്കുള്ള ഉപരോധം പിൻവലിക്കണമെന്നും പുടിൻ ആവശ്യപ്പെട്ടു. കരിങ്കടലിലെ വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ സമ്പൂർണ്ണ വെടിനിർത്തൽ സാധ്യമാക്കാമെന്ന നിലപാടാണ് യുക്രൈൻ മുന്നോട്ട് വെക്കുന്നത്. കരിങ്കടലിലെ സുപ്രധാന തുറമുഖങ്ങളെല്ലാം തന്നെ പ്രവർത്തനക്ഷമമാക്കുന്നതിന് വെടിനിർത്തൽ കാലാവധി പ്രയോജനം ചെയ്യുമെന്നാണ് യുക്രൈന്റെ വിലയിരുത്തൽ. തുറമുഖങ്ങൾ പ്രവർത്തനക്ഷമമാകുന്നത് വഴി തടസ്സപ്പെട്ട ധാന്യ കയറ്റുമതിയും സാധ്യമാകും. മാത്രമല്ല, കരിങ്കടലിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക വിന്യാസം റഷ്യ നടത്തിയാൽ ആ നീക്കം വെടിനിർത്തൽ ലംഘനമാകുമെന്നും യുക്രൈൻ പറയുന്നു. നിലവിലെ സമാധാന ധാരണയിൽ റഷ്യ തടവിലാക്കിയ യുക്രൈൻ പട്ടാളക്കാരെ കുറിച്ച് പരാമർശമില്ലാത്തതും സെലൻസ്കി എതിർക്കുന്നുണ്ട്. Ще раз ми говоримо, що ми готові швидко рухатись до безумовного припинення вогню, далі до наступних кроків щодо сталого справедливого миру. І п'ятий пункт, чому і два стейтменти? Тому що п'ятий пункт різниця між нашим документом з американською стороною і русско-американськими домовленостями. В нашому стейтменті п'ятий пункт, що Америка нам буде допомагати з поверненням дітей, військових та цивільних полонених, а у русських буде те, про що вони з ними домовилися. Ми вважаємо, що після того, як Вашингтон офіційно виходить з двома стейтментами, то тиша на воді і тиша щодо енергетики повинна. വെടിനിർത്തൽ നടപ്പാക്കും മുമ്പ് റഷ്യൻ കമ്പനികൾക്ക് ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കണമെന്ന നിലപാടാണ് റഷ്യയും മുന്നോട്ട് വെച്ചത്. ഇൻഷുറൻസ്, ബാങ്കിംഗ്, ഭക്ഷ്യക്കയറ്റുമതി തുടങ്ങിയ റഷ്യൻ കമ്പനികൾക്കാണ് നിലവിൽ ഉപരോധമുള്ളത്. സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പാക്കണമെങ്കിൽ യഥാർത്ഥ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് റഷ്യ. എങ്കിലും കരിങ്കടൽ സമാധാന കരാറിന് തയ്യാറായതും ഉക്രൈന്റെ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളെ ആക്രമിക്കില്ല എന്ന റഷ്യൻ നിലപാടും പ്രതീക്ഷ നൽകുന്നതായി നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.